ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് പഠിച്ചു. നമ്മളിപ്പോൾ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ഒരു വേർഡ് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പഠിക്കുന്നത്. NCERT എക്സസൈസ് 4.3-ലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. In a class test, the sum of Shefali's marks in mathematics and English is 30. Had she got 2 marks more in mathematics and 3 marks less in English, the product of their marks would have been 210. Find her marks in the two subjects. അപ്പം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ചില ഡാറ്റാസ് പറഞ്ഞു, നമ്മൾ അത് വെച്ച് ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. അതായത് നമുക്ക് സിംപ്ലി ഒരു വേർഡ് പ്രോബ്ലം വായിച്ചിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റണം. അത്രേ ഉള്ളൂ. ഷെഫാലിസ് മാർക്ക് മാത്തമാറ്റിക്സിൽ നമുക്കത് എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് ഷെഫാലിസ് മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് ബി എക്സ് ബിക്കോസ് ദർ ഇസ് നോ അതർ വാല്യൂസ്, സോ വി ആർ ടേക്കിംഗ് എ വേരിയബിൾ ആസ് എക്സ്. ദെൻ ഷെഫാലിസ് മാർക്സ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 30 മൈനസ് എക്സ് ആയിരിക്കും. ബിക്കോസ് ഈ രണ്ട് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 തന്നെ കിട്ടണം. അതാണ് ഇവിടുത്തെ ഒരു മീനിങ്. അതുകൊണ്ട് എക്സ് ആൻഡ് 30 മൈനസ് എക്സ് നമ്മൾ എടുത്തു. പിന്നീട് അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് റെഡിയായി. Then, had she got 2 marks more in mathematics and 3 marks less in English, the product should be 210. Then, according to the question, നമുക്ക് ATQ എന്നൊരു ഷോർട്ട് ഫോമിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കൊള്ളുക. എക്സ് പ്ലസ് 2 എന്നത് 2 മാർക്സ് മോർ ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് 3 മാർക്ക് ലെസ് ഇൻ ഇംഗ്ലീഷ്. 3 marks less in English ചെയ്താൽ 210 കിട്ടും. 210. അപ്പം എക്സ് പ്ലസ് 2 3 marks less in English, product should be 210. Then we will get x plus 2 into 30 minus x minus 3. 27 minus x equal to 210 ആണ്. അപ്പം ഇവിടെയുള്ള രണ്ട് ടേംസ്, ഈച്ച് ടേംസ് ഓഫ് എക്സ് പ്ലസ് 2 ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ ഈച്ച് ടേംസ് ഓഫ് 27 മൈനസ് എക്സ്. വി ഗെറ്റ് എക്സ് ഇൻറ്റു 27 പ്ലസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് 2 ഇൻറ്റു 27 പ്ലസ് 2 ഇൻറ്റു മൈനസ് എക്സ് ഈക്വൽ ടു 210, which gives 27x minus x square plus 54 minus 2x equal to 210. Then we will get minus x square plus 25x plus 54 minus 210 equal to 0. Minus x square plus 25x minus 156 equal to 0. X square minus 25x plus 156 equal to 0 എന്ന് അത് റിട്ടേൺ ചെയ്യാവുന്നതാണ്. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ LHSനെയും RHSനെയും നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിപ്പോ ഏത് വാല്യൂ ആണെങ്കിലും വി ഷുഡ് മൾട്ടിപ്ലൈ എവറി ടേം in that equation, both side LHS and RHS. X square minus 25x plus 156 equal to 0. Now our form ax square plus bx plus c equal to 0. General form of the quadratic equation. General form നമുക്കറിയാം. ഇതിനെ കമ്പയർ ചെയ്യുക. കോയിഫിഷ്യന്റ് a എന്നത് 1 ആണ്, b എന്നത് -25, c എന്നത് 156 ആണ്. അപ്പോൾ ഡിസ്ക്രിമിനന്റ് d equal to b square minus 4ac. നമുക്ക് നേച്ചർ ഓഫ് ദ റൂട്ട്സ് കണ്ടുപിടിക്കാൻ we use discriminant. We get -25 all square minus 4 into 1 into 156. Then 625 minus 624 equal to 1. അപ്പോൾ d equal to 1 കിട്ടിയാൽ നമുക്കറിയാം യൂസിങ് ദ ക്വാഡ്രാറ്റിക് ഫോർമുല. അപ്പോൾ പോസിറ്റീവ് റൂട്ട്സ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആണ്. ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുമ്പോൾ d equal to 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ d greater than 0 ആവുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ റൂട്ട്സ് ആണ്.
ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് ആണ്. അത് ഇവിടെ ഒരു നമ്മുടെ അറിവിലേക്കായിട്ട് എഴുതുകയാണ്. അപ്പൊ ഇവിടെ രണ്ട് റൂട്ട്സ് ഉണ്ട്, റിയൽ റൂട്ട്സ് ആണ്. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ആണ്. ദെൻ ഓക്കെ ഓക്കെ, അപ്പം ഇനി അതിന്റെ സൊല്യൂഷൻ നോക്കാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4 റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 25 പ്ലസ് ഓർ മൈനസ് 1 ബൈ 2 into 1. Then we will get minus 25 minus of minus 25 plus or minus 1 by 2, 25 plus 1 by 2 or 25 minus 1 by 2, x equal to 13, x equal to 12. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇതാണ്. രണ്ട് റൂട്ട്സ് കിട്ടും, ഓർ x equal to 12. Then we will get x equal to 13 and 12 are the roots. ഇതാണ് നമ്മുടെ ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി if x equal to 13, then 30 minus x equal to 30 minus 3, അത് കൂടെ കാണിക്കാം. 30 minus 3 then equal to 17 ആണ്. Then x equal to 12, then 30 minus 12 equal to 18. Either Shefali's marks in mathematics are 13 and 13 and in English 70. In English 70. അപ്പോൾ ഒന്നുകിൽ 13, 17 ആണ് രണ്ട് സബ്ജക്റ്റിന് സ്കോർ ചെയ്തത്, വേർ എക്സ് ഈക്വൽ ടു 13 ആണെങ്കിൽ, അല്ലെങ്കിൽ ഓർ 12 in mathematics and 18 in English. Hope you will understand the problem. അപ്പോൾ നോക്കാം, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എല്ലാം വേർഡ് പ്രോബ്ലം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക, ഇക്വേഷൻ ഫോം ചെയ്യുക, കമ്പയർ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ വേരിയബിൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ആണ്, പിന്നീട് അങ്ങോട്ട് ആ എക്സിന്റെ റൂട്ടും പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ വാല്യൂസ് മാർക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നീട് എക്സാമിന്റെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സസൈസിലെ എക്സ്ട്രാ പ്രോബ്ലംസും നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.